ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിന് സമീപം ബ്രേക്ക് തകരാറിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ഇരുചക്ര വാഹനങ്ങളിലിടിച്ച് ഒരാൾ മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. ബൈക്ക് യാത്രികനായ ആമ്പല്ലൂർ വെണ്ടൂർ സ്വദേശി അവസ്ഥേപ്പറമ്പിൽ വീട്ടിൽ 53 വയസ്സുള്ള മനോജാണ് മരിച്ചത്. അപകടത്തിൽ സ്കൂട്ടർ യാത്രികൻ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിന് സമീപവാസി എളത്തിക്കൽ വീട്ടിൽ സണ്ണിക്ക് ഗുരുതരമായി പരിക്കേറ്റു. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 ഉണ്ടായ അപകടത്തിലാണ് ബൈക്ക് യാത്രികനായ മനോജിന് ജീവൻ നഷ്ടപ്പെട്ടത്. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിന് പുറത്തുള്ള റോഡിലായിരുന്നു അപകടം. പൂമല എന്ന പേരിലുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. നിയന്ത്രണം വിട്ട ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് മുന്നിലുണ്ടായിരുന്ന ബൈക്കിലും സ്കൂട്ടറിലും ദേവമാത എന്ന ഓർഡിനറി ബസ്സിലും ഇടിക്കുകയായിരുന്നു. ലിമിറ്റഡ് സ്റ്റോപ്പ് ബസിന്റെ ബ്രേക്ക് എയർ പമ്പ് പൊട്ടിയതാണ് നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമായതെന്ന് ബസ് ജീവനക്കാർ പറയുന്നു. അപകടത്തിൽപ്പെട്ട ബൈക്ക് യാത്രികനായ മനോജിനെയും സ്കൂട്ടർ യാത്രികനായ സണ്ണിയെയും ഉടൻ തന്നെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മനോജ് മരിച്ചിരുന്നു. ആയുർവേദ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു മരിച്ച മനോജ്. ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ സണ്ണിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇരിങ്ങാലക്കുട പോലീസ് അപകടസ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. 1 മാസം മുൻപ് ഇരിങ്ങാലക്കുടയിലെ ചന്തക്കുന്നിലും സമാനമായ രീതിയിൽ അപകടമുണ്ടായിട്ടുണ്ട്. അന്ന് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസിന്റെ ബ്രേക്ക് പമ്പ് പൊട്ടി മുന്നിലുണ്ടായിരുന്ന ട്രാവലർ വാനിലിടിച്ചായിരുന്നു അപകടം. ബസ്സുകളുടെ അമിത വേഗതയും ഫിറ്റ്നസ് ഇല്ലാത്തതും ഇതേ റൂട്ടിൽ നിരന്തരം അപകടങ്ങളും ഒപ്പം സംഘർഷങ്ങളും ഉണ്ടാക്കുന്നതായി നാട്ടുകാർ പറയുന്നു. എന്നാൽ അധികൃതർ ഇക്കാര്യത്തിൽ നിസ്സംഗത പാലിക്കുന്നതിനെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട്.